നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇന്നിവിടെ പറയാൻ പോകുന്നത് വനിതകൾക്ക് 1 രൂപ പോലും പലിശയില്ലാതെ 5 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ്. വനിതകൾക്ക് പുതിയ സംരംഭം തുടങ്ങാനും നിലവിലെ സംരംഭം വിപുലീകരിക്കാനുമാണ് ലോൺ ലഭിക്കുക. ഇനി പദ്ധതിയെക്കുറിച്ച് പറയാം. കേന്ദ്ര സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പാതയിലാണെന്ന് അറിയാമല്ലോ. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ലഖ്പതി ദീദി യോജന. സ്ത്രീകളെ സ്വന്തമായി വരുമാനം നേടാൻ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. സാമ്പത്തികമായി അടിത്തട്ടിലുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരു ലോൺ തരപ്പെടുത്താതെ വേറെ വഴിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു ലോൺ ശരിയായാൽ തന്നെ അതിന് വലിയ പലിശ നൽകേണ്ടി വരും. ഇത്തരം സന്ദർഭത്തിലാണ് ലഖ്പതി ദീദി യോജനയുടെ പ്രസക്തി. ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തൊഴിലിൽ നൈപുണ്യ വികസന പദ്ധതികളിലൂടെ പരിശീലനം നൽകി ആ മേഖലയിൽ പ്രാവീണ്യം ഉറപ്പിച്ചതിന് ശേഷം അവരെ സാമ്പത്തിക സഹായം നൽകി സഹായിക്കുക എന്നതാണ് ലഖ്പതി ദീദി പദ്ധതിയുടെ ലക്ഷ്യം. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ലോൺ ലഭിക്കുക. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആദ്യം തന്നെ അപേക്ഷക ഏതെങ്കിലും ഒരു SHG അഥവാ കുടുംബശ്രീ പോലുള്ള ഒരു സ്വയം സഹായ സംഘത്തിൽ അംഗമായിരിക്കാം. അതുപോലെ അപേക്ഷകയുടെ കുടുംബത്തിൽ ആരും തന്നെ സർക്കാർ ജോലിക്കാരായിരിക്കാൻ പാടുള്ളതല്ല. അപേക്ഷകയുടെ കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയോ അതിൽ കുറവോ ആയിരിക്കണം. 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആധാർ കാർഡ്, പാൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, മൊബൈൽ നമ്പർ എന്നീ രേഖകളാണ് ആവശ്യമായി വരിക. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുവരെ കുടുംബശ്രീ പോലുള്ള ഗ്രൂപ്പുകളിൽ അംഗമായിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അംഗമാകുക. അതിനുശേഷം മാത്രം നടപടികളിലേക്ക് നീങ്ങുക. ഇതിലേക്കുള്ള അപേക്ഷാ ഫോം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വനിതാ ശിശു വികസന ഓഫീസിൽ നിന്നുമാണ് ലഭിക്കുക. അവിടെ തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.